ഹായ് ഓൾ, എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന കെയർ എഫ് എഡ് അസിസ്റ്റൻ്റ് പരീക്ഷ LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റിയുടെ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പം A കോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ A കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഒന്നാമത്തെ ചോദ്യം, അറേഞ്ച് ദ മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് IC ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഇതിൻ്റെ ഒന്നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ്, ഓപ്ഷൻ A ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് D ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് D ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് മോഡലായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് B ആണ്. നാലാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഫോംസ് ഓഫ് ബിസിനസ് ആണ് ചോദ്യം. 4ൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. B, ഓപ്ഷൻ B ആൻഡ് D എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് കൺട്രോൾസും ലിമിറ്റഡ് റിസോഴ്സും ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തത് മാച്ച് ദ മീനിങ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലേ, നമ്മൾ പഠിച്ചതായിരുന്നു. നമ്മുടെ ചാനൽ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5ന് ആൻസർ A ആണ്. ഓക്കെ, അടുത്ത ആറാമത്തത് ദ ചാർജസ് ഓഫ് 2 ജോയിൻറ്റ് രജിസ്ട്രാർസ്. ഇത് നമ്മൾ വീഡിയോ ക്ലാസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൻ്റെ മുഴുവൻ ക്ലാസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 അഡീഷണൽ രജിസ്ട്രാർമാരും 2 ജോയിൻറ്റ് രജിസ്ട്രാർമാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ B കറക്റ്റ് ആണ് കേട്ടോ. B ആണ് ആൻസറേ. ആറാമത്തെ ചോദ്യത്തിന് ആൻസർ B ആണ്. അടുത്ത 7ൻ്റെ ആൻസർ നമുക്കറിയാം. കറണ്ട് രജിസ്ട്രാർ ആയിരുന്നായിരുന്ന ചോദ്യം ആരാണ്? TV സുഭാഷ് ആണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് D ആണെന്നാണ്. D ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. 8ൻ്റെ ചോദ്യത്തിന് ആൻസർ D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിന് ആൻസറും ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ എൻഷുർ ദ ലോൺ പ്രൊവൈഡ് ടു നോൺ മെമ്പർ വിത്ത് ദ പെർമിഷൻ ഓഫ് രജിസ്ട്രാർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത 10ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മോഡലായിരുന്നു. 10ൻ്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ് കേട്ടോ. A, ബോത്ത് 1 and 2 സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ശരിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത 11ാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് വാട്ട് ഇസ് ദ മാക്സിമം പീരീഡ് അവൈലബിൾ ഫോർ എ മാനേജിങ് കമ്മിറ്റി. എത്രയാണ് നമുക്കറിയാം? 5 വർഷമാണ് കേട്ടോ. 12ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ് പറഞ്ഞേക്കുന്നത്. 1, 3 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സാങ്ഷൻ ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസും അതുപോലെ മാനേജിങ് കമ്മിറ്റിയുടെ പവേഴ്സിനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം ആണ് പറഞ്ഞേക്കുന്നത്. അടുത്ത 13ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേക്കുന്നത് 1 എന്ന് പറയുന്നത് തെറ്റും 2 എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ only 2 is true എന്ന് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ B ആണ് ആൻസർ. DC അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇതാണ് ശരി. അടുത്ത 14ാമത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ആൻ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻക്ലൂഡ്സ് ദ റിപ്പോർട്ട് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ആൻസർ C ആണ് കേട്ടോ. ലെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. 15 വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആണ്. അത് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത 16ന് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി കൺവീൻഡ് വിത്തിൻ ഹൗ മെനി മന്ത്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 months. ഓക്കെ, അടുത്ത 17ൻ്റെ ആൻസർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് കോപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ആൻസർ C ആണ് കേട്ടോ. C ആണ് ആൻസർ. 7th ഷെഡ്യൂളാണ്. അടുത്ത 18 എ മെമ്പർ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി കനോട്ട് ട്രാൻസ്ഫർ എനി ഷെയർ ഹെൽഡ് ബൈ ഹിം ഓർ ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ സൊസൈറ്റി അൺലെസ്. ഇവിടെ പറഞ്ഞേക്കുന്ന ഓപ്ഷൻസിൽ 1ഉം 3ഉം ആണ് ശരി എന്നുണ്ട്. 1 and 3 ആണ് കറക്റ്റ് കേട്ടോ. 1 and 3 ആണ് കറക്റ്റ്. അടുത്ത 19 ഓർഡർ ചോദിച്ചിരിക്കുന്നത് ആദ്യം ഈ പറഞ്ഞ പോലെ മെയിൻ സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആദ്യം വന്നേക്കുന്നത് മെക്കാനിക്കൽ, പിന്നെ അടുത്തത് 1, 3, 2, 4 എന്നുള്ളതാണ്. D ആണ് ആൻസർ. ഓക്കെ, D ആണ് ആൻസറേ. അടുത്ത 20ാമത്തേത് ദ മിനിമം ആൻഡ് മാക്സിമം ഓഡിറ്റ് ഫീ ഫോർ ഈച്ച് ബ്രാഞ്ച് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് B ആണ്. മിനിമം 5,000, മാക്സിമം 25,000 ആണ്. ഈച്ച് ബ്രാഞ്ചിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈച്ച് ബ്രാഞ്ച് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് മിനിമം 5,000, മാക്സിമം 25,000. ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെത് പറയുന്നത് ആൻസർ A ആണ് കേട്ടോ. ഓഡിറ്റ് ഫീസ് പറഞ്ഞേക്കുന്നത് ഏതാണ്? ആൻസർ A ആണ്. 22 രജിസ്റ്ററിംഗ് ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി എന്നാണ്. അപ്പെക്സ് സൊസൈറ്റി എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അടുത്ത 23 ദ ടേം ഓഫ് ഓഫീസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചാൽ ഉത്തരം 5 വർഷമാണ് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. ദ എൻക്വയറി ബൈ ദ രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് എത്രയാണ്? 6 months ആണ് കേട്ടോ. 6 months. എൻക്വയറി 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം.
25ൻ്റെ ആൻസർ വന്നിട്ട് 25ൻ്റെ ക്വസ്റ്റ്യൻ തന്നെ അഡ്മിഷൻ ആസ് എ മെമ്പർ റിഫ്യൂസ് ചെയ്താൽ ഡിസിഷൻ റിഫ്യൂസിങ് അഡ്മിഷൻ ടു ദ റീസൺ കമ്മ്യൂണിക്കേറ്റ് ബൈ ദ സൊസൈറ്റി ടു ദാറ്റ് പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. 26 വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ബോഡി ആസ് ചാപ്റ്റർ 9 ഉൾപ്പെടാത്തതാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനുമായി ബന്ധമില്ലാത്തതാണ്. ഇവിടുത്തെ ഉത്തരം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ് കേട്ടോ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. 27 ലീഗൽ പണിഷ്മെന്റ് സച്ച് ആസ് ഇംപ്രിസ്മെന്റ് ഓർ ഫൈൻ ഫോർ എ വയലേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട്. ആൻസർ പെനാൽറ്റി ആണ് കേട്ടോ, പെനാൽറ്റി. 28 വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ക്യാൻസലേഷൻ എന്നാണ് ചോദിച്ചാൽ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. വെൻ എ സൊസൈറ്റി ഫെയിൽ ടു ഇലക്ട് മാനേജിങ് ആഫ്റ്റർ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്ത 29 ആഫ്റ്റർ ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഹാസ് ബീൻ വൗണ്ട് അപ്പ് ദ ലിക്വിഡേറ്റർ ഹാസ് ടു ബി കീപ് ഓൾ ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. എത്രയാണ്? 3 വർഷം. ഓക്കെ, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എത്രയാണ്? 3 വർഷം. വാട്ട് ടൈപ്പ് ഓഫ് ഓർഡർ മേ എ ട്രിബ്യൂണൽ ഇഷ്യൂ ടു പ്രിവെന്റ് ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് പെൻഡിങ് ദ ഡിസിഷൻ ഓഫ് അപ്പീൽ ഓർ റിവിഷൻ? ഇന്റർലോക്യൂട്ടറി ഓർഡർ ആണ് കേട്ടോ, ഇന്റർലോക്യൂട്ടറി ഓർഡർ. ലീഗൽ ക്ലോഷർ ഓഫ് ദ ആക്ട് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി കുറച്ചുകൊണ്ട് ചേർന്ന് വൈൻഡിങ് അപ്പ് ആണ്. ആൻസർ വൈൻഡിങ് അപ്പ്. ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ എന്താണ്? രജിസ്ട്രാർ ആണ്. ദ ലിക്വിഡേറ്റർ ഷാൾ ബി കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് എത്ര നൽകുന്നത്? 3 വർഷം. വൈൻഡിങ് അപ്പ് 3 വർഷം. ഫയലിംഗ് എ പെറ്റീഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ബൈ ദ അഗ്രീവ്ഡ് ബിഫോർ എ ഹയർ അതോറിറ്റി എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് എൻ അതോറിറ്റി അറ്റ് ദ ലോവർ ലെവൽ ഈസ് കോൾഡ് എന്താണ്? അപ്പീലാണ്. ഓക്കെ, ലോവർ അതോറിറ്റിയിൽ നിന്ന് നമ്മളൊരു ഫയലോ പെറ്റീഷനോ നമ്മൾ ഒരു ഹയർ അതോറിറ്റി കൊടുക്കുന്നെങ്കിൽ അതിന് അപ്പീൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസർ എന്താണ്? സി ആണ്. ഓക്കെ, ഇനി അടുത്തത് 37ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. കൺസ്യൂമർ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവർ പറയുന്നത് 1 and 3 ആണ് കറക്റ്റ്. 1 and 3 ആണ് കറക്റ്റ്. ഓക്കെ, 1 and 3 ആണ് കറക്റ്റ്. 38 ഐഡന്റിഫൈ ദ ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ദ ഫിഷറീസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓൾ ആർ കറക്റ്റ് എന്നാണ് കേട്ടോ. പ്രൊവിഷണൽ ആൻസർക്ക് വെച്ച് പറയുന്നത് ഓൾ ആർ കറക്റ്റ് ആണ്. ഓക്കെ, അത് 39 എന്ന് പറയുന്നതിൻ്റെ ആൻസർ ബി ആണ്. 39 ചോദ്യത്തിന് ആൻസർ ബി ആണ്. ഓൾ ആർ കറക്റ്റ് എക്സെപ്റ്റ് 1 ആണ് പറഞ്ഞിരിക്കുന്നത്. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ ദി ഇയർ 1915 അല്ല, ബാക്കി രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓക്കെ, 40ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തോന്നാണ്? ബി ആണ്. ഹാൻഡ് വീവ് ആണ്. കോർപ്പറേഷൻ ആണ് ചോദിച്ചത്. കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ അറിയപ്പെടുന്നത് ഹാൻഡ് വീവ് എന്നാണ് കേട്ടോ. 41 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഇസ് എ ഫംഗ്ഷൻ ആസ് എ യൂണിറ്റ് ഓഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരം NCCT ആണ് കേട്ടോ. NCCT. ഇവിടെ കൺഫ്യൂഷൻ വരും. വാംനിക്കോം ആണ് NCCT ആണ് ആൻസർ. ഓക്കെ, അത് 42ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാംനിക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ശരിയെന്ന് വെച്ചാണ് 1 and 2 ആർ കറക്റ്റ് ആണ്. 1 and 2 ആർ കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത 43ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ദ ആക്യുറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. തന്നിട്ടുള്ളതിൽ 3 മാത്രമാണ് തെറ്റായിട്ടുള്ള, ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. ബാക്കിയെല്ലാം ശരി. അത് 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സി ആണ്. ഒരു ചോദ്യം എന്നത് ഫൈനാൻസ് ഇൻ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് അറ്റ് ദ നാഷണൽ ലെവലാണ്. NCDC ആണ് ഉത്തരം. 45ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 and 3 ആണ് കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചത് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. NCCT ഈസ് എൻ ഓട്ടോണോമസ് ഓർഗനൈസേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് അല്ല. അതുപോലെ തന്നെ NCCT ഹെഡ് ക്വാർട്ടേഴ്സ് കേരളത്തിലും അല്ല. ബാക്കി രണ്ടുമാണ് ശരി. അത് 46ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അല്ലേ, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നത് 14, കൊച്ചി 14, കൊച്ചി എന്ന് പറയുന്നത് എത്രയാണ്? 13, മദ്രാസ് 32, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ്സ് 51. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് എ. അടുത്ത 47 1, 3 ആണ് ശരി. 47 ചോദ്യം 1, 3 ആണ്. ചോദ്യം എന്നത് KCS ആക്ടിൻ്റെ ആക്യുറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1, 3 ആണ് ശരി. ഓക്കെ, 48 എന്ന് പറയുന്നത് എല്ലാം ശരിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സൊസൈറ്റീസ് ഫോർ പ്രൊവൈഡിങ് അഗ്രികൾച്ചർ നോൺ ക്രെഡിറ്റ് സൂപ്പർവൈസ് ദ ഓർഗനൈസേഷൻ യൂണിയൻസ്. ഓക്കെ, കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓൾ ആർ കറക്റ്റ്. ഓൾ ആർ.
49 പേഴ്സൺ അപ്പോയിൻറ്റ് അണ്ടർ സെക്ഷൻ 3(1) പറയുന്നത് രജിസ്ട്രാറാണ്. 50 അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് കൊച്ചിൻ കോപ്പറേറ്റീവ്, ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 51 1904 ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ സി ആണ് ശരി ഉത്തരം. ഓക്കെ, സി. 1904 ആക്ടിൽ സൊസൈറ്റീസ് ഫോംഡ് അണ്ടർ ദിസ് ആക്ട് ഷാൾ ബി വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി ഓൺലി. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്, സി ആണ് ഉത്തരം. അടുത്ത 52 നമുക്കറിയാം, പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന പുസ്തകം ഇറക്കിയത് ആരാണ്? എച്ച് ഡൂപ്പർനിക്സ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് വിത്ത് റെഫറൻസ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 1912 എന്നാണ് ചോദിച്ചത്. ആൻസർ അത് 1912 ബന്ധമല്ലാത്ത ചോദിച്ചത്, അത് റോങ് ആണ് ചോദിച്ചത്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് രജിസ്റ്റേർഡ് സൊസൈറ്റി ക്യാൻ ബി ഡൺ ബൈ ഐദർ ബൈ ദ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് രജിസ്റ്റർ ഓഫ് സൊസൈറ്റീസ് ഓർ ബൈ എ രജിസ്റ്റേർഡ് അക്കൗണ്ട് എന്നാണ് കേട്ടോ, അത് റോങ് ആണ്. 53 തെറ്റ്. 54 എന്ന് പറയുന്നത് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് കൺസെപ്റ്റ് ആരുടെയാണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓക്കെ, 55 അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ 1989 സജസ്റ്റ് ദ മിനിമം ക്രൈറ്റീരിയ അവൈലബിലിറ്റി ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് വിച്ച് among the following നോട്ട് എ ക്രൈറ്റീരിയ എന്നാണ് ചോദിച്ചത്. സെറ്റപ്പ് എ റെഗുലർ ഓഫീസ് ഇൻ എ ബിൽഡിംഗ് ഓൺഡ് ബൈ ദ സൊസൈറ്റി ആണ് ഉത്തരം. 56 നബാർഡുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞേക്കുന്നത് എല്ലാം എന്താണ്? ശരി എന്നാണ്, ഓൾ ഓഫ് ദം ആണ് കേട്ടോ. 57 കൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു NHB. NHBയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് എന്നാണ് ചോദിക്കുന്നത്. റോങ് എന്ന് പറഞ്ഞേക്കണം എന്തുവാ? ഇറ്റ് പ്രൊവൈഡ് ഫിനാൻസിങ് ആൻഡ് റീഫിനാൻസിങ് ടു ഹൗസ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡയറക്റ്റ് ഫിനാൻസ് ടു ജനറൽ പബ്ലിക് കേട്ടോ. 57 സി ആണ് ഉത്തരം. അടുത്ത 58 NCDCയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. NCDCയുടെ ഉത്തരം എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളതാണ്. 59 ക്രിപ്കോയും ഇഫ്കോയും അത് ചോദിച്ചത്. ഇതിൽ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ഓൾ ഓഫ് ദം ആർ കറക്റ്റ് ആണ്, എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്. 60ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് NDDBയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ റോങ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? NDDB ഈസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ആൻഡ് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ന്യൂഡൽഹി എന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത 61ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജർമ്മൻ ഹിസ്റ്ററി ഓഫ് ജർമ്മൻ കോപ്പറേറ്റീവ്സ് ആണ്. ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ, ഓപ്ഷൻ എ ആണ് ഉത്തരം. 62 എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട് സപ്പോർട്ട്സ് ഏർലി സ്റ്റേജ് ബൈ കോപ്പറേറ്റീവ് പീരിയഡ് നെയിം ദ കോപ്പറേറ്റർ എന്നാണ് ചോദിക്കുന്നത്. വില്യം കിങ് ആണ്. 63 കെയർഫുള്ളി റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റഡ് ടു ദ മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അടുത്തത് 64 ജഡ്ഡിങ് ഈസ് എ പ്ലേസ് ഇൻ ഡെൻമാർക്ക് ആൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേഷൻ വൈ എന്നാണ് ചോദിച്ചത്. എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എ ആണ്. 65ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജെ എ സെൻഷു. എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നാഷണൽ ഫെഡറേഷൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ ആണ് കേട്ടോ, ഡി ആണ് അതിൻ്റെ ആൻസർ. ഇത് 66 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ അപ്പെക്സ് ഓർഗനൈസേഷൻ ടു പ്രൊമോട്ട് കൊളാബറേഷൻ എമംഗ് ജാപ്പനീസ് കോപ്പറേറ്റീവ്സ് ആണ് ചോദിച്ചത്. ആൻസർ വന്നത് സി ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ജാപ്പാൻ കോപ്പറേറ്റീവ് അലയൻസ്. 67 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേഷൻ ടു ദ ലോൺസ് ഗിവൺ ബൈ ഷൂൾസ് ഡെലിഷ് കോപ്പറേറ്റീവ്സ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ് എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്. No loan was granted or individual surety but only on receipt of collateral or mortgage. 68 കോപ്പറേറ്റീവ് സ്റ്റുഡൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാസ് ഫൗണ്ടഡ് ഇൻ 2017. വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി ആണ്. ഇത് റീഡേഴ്സ് ദ പ്രോബ്ലംസ് എമംഗ് ദ കോപ്പറേറ്റീവ്സ് ഇൻ സ്വീഡൻ. അടുത്ത 69 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഫോളോയിങ് ഏരിയ. ഏത് ഏരിയയിലാണ്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണ് ഉത്തരം. 70 എന്ന് പറഞ്ഞേക്കുന്നത് എന്തുവാണ്? ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് റഷ്യ ആർട്ടൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ് മീനിങ് എന്നാണ് ചോദിച്ചത്. ഇറ്റ് വാസ് എ സെവറൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് അസോസിയേഷൻ ഫോർ ആർട്ടിസൻസ് ലൈറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് എക്സെട്ര ഇൻ റഷ്യ വെയർ പ്രെവലൻറ്റ് ഫ്രം 1861 to 1950 എന്നാണ് ഉത്തരം. അത് 73 ആൻസർ എന്ന് പറയുന്നത് സി ആണ്. മെമ്മറി സെൽ റിഫ്രഷിംഗ് സർക്യൂട്ട് എന്ന് വെച്ചാൽ IT ആണ്, സി ആണ്. 71 സി. 72 സോഫ്റ്റ്വെയർ കമ്പനി ഇൻക്ലൂഡ് സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുന്നത് രണ്ടും വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഡ്രൈവർ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. 73 നോട്ട് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ റെഡ് ഹാറ്റ് ആണ് ഉത്തരം. 74 നെറ്റ്വർക്ക് ഡിവൈസ് വിച്ച് കണക്ട്സ് ടു ഡിസിമിലർ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൻ്റെ ഉത്തരം ഗേറ്റ് വേ ആണ്. വിച്ച് നെറ്റ്വർക്ക് ടൈപ്സ് എക്സിബിറ്റ് ഹയർ ട്രാൻസ്ഫർ ഡാറ്റ ട്രാൻസ്ഫർ ലാൻ ആണ്.
വാട്ട് ആർ ദ ട്രാൻസ്ലേറ്റ് യൂസ് ഇൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ബോത്ത് എ ആൻഡ് ബി ആണ്. 77 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു സൈൻ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത് KR നാരായണനാണ്. HTML ടാഗ് ഈസ് യൂസ് ടു സ്പെസിഫൈ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയയാണ് ഉത്തരം. 79 ഡാഷ് മീൻസ് ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ദ ഡാറ്റ ആൻഡ് പ്രിവെൻറ്റ്സ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ കോൺഫിഡൻഷ്യാലിറ്റി ആണ്. 80 ഇൻസ്റ്റാഗ്രാം സോഷ്യൽ നെറ്റ്വർക്ക് പാർട്ട് ഓഫ് എന്നാണ് ഫേസ്ബുക്ക് ആണ് കേട്ടോ, ഫേസ്ബുക്ക്. 81 ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് വൈകുണ്ഠ സ്വാമികൾ നോൺ ആസ് ദ ലിബറേറ്റർ ഓഫ് ദ ഡൗൺ ട്രോഡൻ. ഉത്തരം D ആണ്. 1, 2, 4 ആണ് ശരി എന്ന് പറയുന്നത് കേട്ടോ. The given statement are about Brahmananda Shivayogi, a social reformer, which among the following statements are true? ഇവിടെ പറഞ്ഞേക്കുന്നതിൽ ഓപ്ഷനിൽ ട്രൂ എന്ന് പറയുന്നത് B ആണ് കേട്ടോ. 1, 2, 3 ആണ് ശരി. 83ാമത്തെ ചോദ്യം നോക്കാം. TV കുഞ്ഞിരാമൻ വൺ among the pioneers of the reformation movement. സ്റ്റേറ്റ്മെന്റ് ഏതാണ് ശരി? 2, 3, 4 ആണ് ശരി. C ആണ് ശരി. 83 C ആണ് ശരി. 84 correct answer the statement given below concerning the political leader of social political reformation movements of Kerala, Midavadi C. Krishna. എന്താണ് ആൻസർ? D ആണ് കേട്ടോ. 85ാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. 1, 3, 4 ആണ് ശരി. 86 which in the following statement about Kerala ഗ്രന്ഥശാല മൂവ്മെന്റ് is correct? ആൻസർ എന്ന് പറയുന്നത് B ആണ്. 1, 2, 3 ആണ് കേട്ടോ. 87ാമത്തെ ചോദ്യം ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആണ് ചോദിച്ചത്. ആൻസർ C ആണ്. 1, 3, 4 ആണ്. 88 റിവ്യൂ ദ ഫോളോയിങ് സെന്റൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ മലബാർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ് പറഞ്ഞേക്കണം. ഓക്കെ. 89 ദ ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് വൈക്കം മൗലവി ഇൻവോൾവ്മെന്റ് ഇൻ മുസ്ലിം റിഫോർമേഷൻ മൂവ്മെന്റ്. ആൻസർ എന്ന് പറയുന്നത് D ആണ്. 90 വിച്ച് among the individuals were bestowed ജ്ഞാനപീഠ് അവാർഡ് ഫോർ ദ ഇയർ 2013 ആണ്. ആൻസർ 2, 4 ആണ്. D ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം. ഹാസിൻഡ് ഹി ആണ് ഉത്തരം. D ആണ് ആൻസർ. 92ന്റെ ആൻസർ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാലിഗ്രാഫി ആണ് ആൻസർ. 92. 93 ഡോട്ടർ ഇൻ ലോന്റെ പ്ലൂറലാണ് ചോദിച്ചിരിക്കുന്നത്. ഡോട്ടേഴ്സ് ഇൻ ലോ എന്നാണ് ഉത്തരം കേട്ടോ. ഡോട്ടേഴ്സ് ഇൻ ലോ. 94 കറക്റ്റ് സ്പെൽറ്റാണ് ചോദിച്ചാൽ ട്രാൻസിയൻ്റ് ആണ്. A ആണ് ആൻസർ. 95 ദോ സ്പെക്ടക്കിൾസ് ആണ് ഉത്തരം കേട്ടോ. 6 ആണ്. കാർപ്പ് ഡെയിമിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മീനിങ് ഓഫ് കാർപ്പ് ഡെയിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ D ആണ്. എൻജോയ് ദ പ്രസൻറ്റ് ഡേ ആണ്. പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ ആണ് ചോദിച്ചാൽ പാസീവ് വോയിസ് ആണ്. ദ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് ആദ്യം വരും. അതിനിവിടെ ഡെലിവേർഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാസ് ബീൻ ചേർത്ത് വരും. ഓക്കെ. 98 എന്ന് പറയുന്നത് കൈൻഡിലാണ്. അതിൻ്റെ ഉത്തരം എക്സ്റ്റിങ്ക്വിഷ് ആണ് കേട്ടോ. എക്സ്റ്റിങ്ക്വിഷ്. 99 സിംഗർ ഈസ് ലിവിങ് ഫോർ ഇംഗ്ലണ്ട് ടുമാറോ സെയ്ഡ് ദ PA. ഓക്കെ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 99ൻ്റെത് ദ സിംഗർ ഈസ് ലിവിങ് ഫോർ ഇംഗ്ലണ്ട് ടുമാറോ സെയ്ഡ് ദ PA. ആൻസർ എന്ന് പറയുന്നത് A ആണ് കേട്ടോ. 100ാമത്തെ ചോദ്യം ബ്യൂവിൻ്റെ ഫെമിനൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബെല്ലയാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കോഡ് A ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൻസറൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യപ്പെടും. ഇനി ചില ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് ഉള്ളതായിരിക്കും. ഇതെല്ലാം മാറിയിട്ട് ഫൈനൽ ആൻസർക്ക് ഈ പറഞ്ഞ പോലെ 1-2 ആഴ്ചക്കകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരും മാർക്കുകളൊക്കെ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആൻസറൊക്കെ കറക്റ്റാണോ നോക്കുക. ഓക്കെ. അപ്പം മാർക്ക് ചെയ്ത PDF കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോപ്പറേറ്റീവ് വേ കേരളയുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഓക്കെ. അതിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.